എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ഫാമിലി ട്രിപ്പ് പോവുകയാണ്. വാപ്പച്ചി, ഉമ്മച്ചി, അനിയന്മാർ അങ്ങനെ എല്ലാവരും കൂടി ട്രാവലറിനാണ് പോണത്. ഇപ്പോൾ അതെ രാവിലെ ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വണ്ടിയിലേക്ക് കയറാട്ടോ. വണ്ടിയൊക്കെ വന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. കുറേ നേരമായി റോട്ടിൽ നേരം വഴുകി. ബാഗൊന്നും എടുത്തിട്ടില്ലെന്നേ. നമ്മൾ അർബാനിയ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രാവലർ പോലെയൊക്കെ തന്നെ, പക്ഷേ ഉള്ളിൽ കുറച്ചും കൂടി സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റും കൂടുതലാണ്. നമ്മളൊക്കെ അങ്ങനെ കയറിയതിന് ശേഷം എന്തേ വാപ്പച്ചീനും ഉമ്മച്ചീനും വിളിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അതേ അവരും ഓരോരുത്തരായിട്ട് കയറി പെട്ടിയും സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, പ്രത്യേകിച്ച് പിള്ളേർ. പിന്നെ കുറച്ച് ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ അതേ നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളെല്ലാ കൊല്ലവും പോകാറുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ വരവിലും ആ ഒരു യാത്ര അങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഉമ്മാനെ നമ്മൾ മൂത്തുമ്മാടെ വീട്ടിൽ അവർ കൊണ്ടുപോയിട്ടോ. അപ്പോൾ അതാരണം പിന്നെ വീട്ടിൽ ഉമ്മായൊന്നുമില്ല. നമ്മൾ ഒരു 3 ദിവസത്തെ ട്രിപ്പിനാണ് നമ്മുടെ യാത്ര. അങ്ങനെ നമ്മളിതേ ഇപ്പോൾ ഒരു അങ്കമാലിയൊക്കെ എത്തിയപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്കമാലി ഒക്കെ കഴിഞ്ഞ് പാരകളിലാണ് വന്നേക്കണത്. അറ്റ്ലസ് എന്നൊക്കെ പറയൂല, അതിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ അതേ അവരുടെ മെനു ഒക്കെ ഇങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിലെന്താണ് നോക്കട്ടെ, ഒന്ന് പൊക്കി കാണിച്ചേ. ബൂബുവിനെ ഒന്ന് പൊക്കി കാണിച്ചേ. അയ്യോ കാണിക്കൂല, ബുബുവിനെ കാണിക്കൂല. ഫാമിലിയിൽ ഓരോരുത്തരെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് വാപ്പിച്ചു ഉമ്മിച്ച് 2 അനിയന്മാരാണ്. ഇത് മൂത്ത അനിയൻ, വൈഫ്, പിള്ളേര്, മറ്റേ 2ാമത്തെ അനിയൻ. അപ്പോൾ ഇതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകൾ ഓരോന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം, അതുപോലെ തന്നെ ചിക്കൻ വറുത്തരച്ച കറി, പിന്നെ ചിക്കൻ സ്റ്റൂ, ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ ഇത് വെജിറ്റബിൾ സ്റ്റൂ ആണ്. പിന്നെ മുട്ട റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. പിന്നെ അതേ പുട്ട് വന്നിട്ടുണ്ട്, പിന്നെ കോഫി, അതുപോലെ തന്നെ ലെമൺ ടീ. പിന്നെ അതേ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഓംലേറ്റ് ആണ്. പിന്നെ നമ്മൾ മസാല ഓംലേറ്റും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരുപാട് കേക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കൽ പരിപാടിയാണത്. പിന്നെ എവിടെ ചെന്നാലും അങ്ങനെയാണല്ലോ ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇതേ നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മൾ അതിരപ്പള്ളി റൂട്ട് വഴിയാണ് കേട്ടോ പോണേ. ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ പൊള്ളാച്ചിയിലേക്കാണ് പോണത്. പൊള്ളാച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ വാൽപ്പാറ വഴിയാണ്. അങ്ങനെ നമ്മളിതേ ഇപ്പം അതിരപ്പള്ളിയുടെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല കേട്ടോ. അതാറ് എന്ത് രസമാണെന്ന് പറയാം. നമുക്ക് ഇറങ്ങി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ ഞാനും ഷിനുവും കൂടിയാണ് കേട്ടോ ഇറങ്ങിയത്. വേറെ ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഷിനു എന്ന് പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ. ഇതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് ഇവിടെ ആരും ഇല്ലാത്താറെ നമുക്ക് മര്യാദയ്ക്ക് ഇത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ഇവിടെ വരുമ്പോഴോ അതെന്നെ എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഒരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുക്കാൻ പറ്റൂല. ഈ കാണുന്ന വെള്ളത്താട്ടത്തിൻ്റെ താഴെയായിട്ട് നമുക്ക് പോകാട്ടോ. അടുത്തൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പല പാട്ടുകളിലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഞാനിതുവരെയും പോയിട്ടില്ല കേട്ടോ അതിൻ്റെ താഴ്ഭാഗത്ത്. മുകളിലൊക്കെയാണ് ഞാൻ പോയേക്കണത്. പിന്നെ ഈ പറഞ്ഞ ഈ നിന്നും ഉള്ള സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലാതെ താഴ്ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. ഇപ്പോഴും അവിടെ ആൾക്കാരുണ്ട്. ഇതേ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. പക്ഷെ അത് ക്യാമറയിൽ അത് ക്ലിയർ ആവണില്ല എന്ന് മാത്രം. ആ വെള്ളത്തിൻ്റെ ആ ഒരു പുക പോലെ കണ്ട, അത് കാരണം നമുക്ക് ആളുകളെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂല. അങ്ങനെ അതേ ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ച് വെള്ളച്ചാട്ടം ഞങ്ങൾ 2 പേരും കണ്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട്, ഒരുപാട് നേരമൊന്നുമില്ല, ഞങ്ങൾ 2 പേരും മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളിതേ തിരിച്ച് പോവുകയാണ്. കടകളൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളിതേ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസ് നമുക്ക് കാണാൻ സാധിക്കുക. നേരെ കാണാണ്ടില്ലേ, അവിടെയാണ്ടോ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്ത് കയറുന്നത്. ഞാൻ ഇതിന് മുമ്പ് കുറേ തവണ ഇവിടെ വന്നിട്ടുണ്ട്, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങളാരെങ്കിലും ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ? ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. എന്തായാലും നമ്മുടെ എറണാകുളത്ത് അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമുള്ളൂ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. കടകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ കാറുകളൊക്കെ പാർക്ക് ചെയ്തേക്കണാണ്ടില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ അങ്ങനെ ഏരിയകളൊന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നണം. എല്ലാവരും റോഡ് സൈഡ് തന്നെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കണത്. അതുമാത്രമല്ല ഈ നേരമായിട്ട് പോലും എന്തൊരു തിരക്കാണെന്ന് നോക്ക്. രാവിലെ തന്നെയാണ് ഓരോരുത്തർ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കണത്.
അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു യാത്രയിൽ നമുക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അടുത്ത വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നേക്കാണ്. ഇവിടെ ഒരു പുതിയൊരു ബ്രിഡ്ജൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പുതിയതായിട്ട് വന്നാണ്. ഇപ്പം മാസങ്ങളായോന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവിടെ കുറേ നാളായല്ലോ വന്നിട്ട്. ഇവിടെ നമ്മളൊന്ന് വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. എന്തോരോ നോക്ക്, വലുതും ചെറുതുമായിട്ടുള്ള. പക്ഷേ പേടിയായിട്ട് വയ്യായിരുന്നു അതിൻ്റെ അടുത്തേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കുറേ നേരമൊക്കെ അതുങ്ങളൊക്കെ നോക്കിയിരുന്നു. കാരണം ഈ പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണല്ലോ. അതുങ്ങൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പതുക്കെ കുറച്ച് നേരം ഇങ്ങനെ ദൂരത്താണ്ട് അടുത്തേക്കൊന്നും പോകാൻ നിന്നില്ല. പിന്നെ മാത്രമല്ല എന്തോരം ആളുകളാണെന്നാണ് അവിടെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഇട്ടുകയാണ്. എന്തോരം പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും ഒക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടേക്കണത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം നമ്മൾ കുരങ്ങന്മാരെയൊക്കെ ഇങ്ങനെ ദൂരത്ത് നിന്ന് ഇങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഒരു മനുഷ്യനും വന്നിട്ടില്ലെന്ന് ഇത് കണ്ടില്ലേ? അതാറ് എന്ത് രസമെടുത്ത് തരാം. നമുക്ക് കുറേ നേരം അവിടെ നിന്നിട്ടാണ് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയതാണ്. തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഈ അതിരപ്പള്ളിയും വാഴച്ചാല വാട്ടർഫോൾസുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ വാട്ടർഫോൾസ് ആണെങ്കിൽ ഈ മഴയൊക്കെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് സൈഡിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കും കേട്ടോ. റോഡ് സൈഡ് ഇങ്ങനെ ഫുള്ള് വെള്ളമൊക്കെ കവർ ചെയ്യും. അടിപൊളിയാണ് അത് കാണാനായിട്ട്. ഇവിടെ വന്നതിന് പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ബസ്സിലിരുന്ന് അല്ലെങ്കിൽ വണ്ടിയിലിരുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ യാത്രക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് വണ്ടി ഒതുക്കി ഇതൊക്കെ ഒന്ന് കാണൂട്ടോ. ഇത് കണ്ടിട്ടാണ് പോകുള്ളൂ. സമയം കഴിയുന്തോറും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ? ആ പാലത്തിൻ്റെ മേളിൽ നിന്ന് നോക്കണം കേട്ടോ. എങ്കിലും ഉള്ളൂ നമുക്ക് അടിപൊളി വ്യൂ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ. അപ്പം അത് വന്നതാണ് ആ പാലം. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഫുള്ള് കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് യാത്ര. വാൽപ്പാറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഫുള്ളൊരു ഹൈ റേഞ്ച് ഏരിയ ആണ്. ഞാൻ ഇതിനു മുമ്പും കുറേ തവണ വന്നിട്ടുണ്ട്, ഈ ഒരു വഴികളിലൂടെ പോയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ആകാംക്ഷ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര തവണ പോയാലും മതി വരില്ല കേട്ടോ. അത്രക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തതും. നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ കാടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നതിന് പ്രത്യേക ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഒരു വാട്ടർഫോൾസിൻ്റെ എൻട്രി ഒക്കെ ഉണ്ട്, ടിക്കറ്റൊക്കെ കൊടുത്ത് കയറുന്നത്. വേണമെങ്കിൽ അവിടെയും വരാം കേട്ടോ. ഒരു 1 ഡേ ട്രിപ്പിന് ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ അതിരപ്പള്ളിയിലേക്ക് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ വരികയാണെങ്കിലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. വെള്ളമൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെള്ളമൊക്കെ ഭയങ്കര കുറവായിരിക്കുമല്ലോ, അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി കാട്ടിലുള്ള കാഴ്ചകളൊക്കെ, കാട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞ് വീതി കൂടിയൊരു വഴിയായിരിക്കും. ഓപ്പോസിറ്റൊക്കെ വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാട്ടിലേക്കുള്ളൊരു എൻട്രിയിൽ നമുക്ക് ഫസ്റ്റായിട്ട് അവർ ചെക്ക് പോസ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ എത്ര എണ്ണം ഉണ്ട് അതൊക്കെ അവർ പ്രത്യേകമായിട്ട് അവർ ചെക്ക് ചെയ്യും. നമ്മൾ ഇതിനു മുമ്പ് വരുമ്പോഴും അവരങ്ങനെയൊക്കെ ആയിരുന്നു ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, ഒന്നും നമുക്ക് കാണാനില്ല. ഇങ്ങനെ ഫുള്ള് ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് പോകാമെന്ന് മാത്രം. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലോ. എനിക്ക് ഈ ഒരു റൂട്ടൊക്കെ കാണുമ്പോഴേ നമ്മുടെ അമേരിക്കയിലെ പെൻസിൽവാനിയ സ്റ്റേറ്റ് ആണ് ഓർമ്മ വരുന്നത്. ആ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ ഇങ്ങനെയാണല്ലോ, ഫുള്ള് ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെയാണ്. നിങ്ങളെൻ്റെ പഴയ വീഡിയോ കണ്ടേക്കണവർക്ക് ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ ഇതേ നമ്മൾ മലക്കപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുറേ മണിക്കൂറായിട്ടാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കണത്. അപ്പോൾ നമ്മൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഹോട്ടൽസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി ഫുഡ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ കയറി ഇവിടെ ഊണാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് അങ്ങനെ വിഭവസമൃദ്ധമായ കറിയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വേണ്ട കറികളൊക്കെ ഉണ്ട്. ഇതേ സാമ്പാർ, മോര്, തോരൻ, പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് മീൻകറി, മീൻ വറുത്തത്, ബീഫ് റോസ്റ്റൊക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെയൊന്നും ഇത്രയും നല്ലൊരു ഊണ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. പുളിമിഠായി, പഞ്ഞിമിഠായി, എനിക്ക് 2 കിട്ടി. കുട്ടി എന്താ കഴിക്കാൻ പോണേ? ഇനിയുള്ള യാത്രയിൽ നമുക്ക്
തേയിലത്തോട്ടങ്ങൾ ഒരുപാട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വാൽപ്പാറ അടുക്കുംതോറും ഫുള്ളും ഒരു തിരിച്ച തണുപ്പും പിന്നെ അതുപോലെ തേയിലത്തോട്ടങ്ങളൊക്കെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് തേയിലക്കടകളൊക്കെ കിട്ടും കേട്ടോ. തേയില അതൊക്കെ കിട്ടും. പക്ഷേ നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങി മേടിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ റോഡിന് വീതി കുറവായതുകൊണ്ടേ വണ്ടിയൊക്കെ ഒതുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും വാങ്ങിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ നേരത്തെ കയറിയ ഹോട്ടലില്ലേ അവിടെ നിന്ന് കുറേ അല്ലറ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി. ഒരുപാട് ഈ പഴയ ടൈപ്പ് മിഠായികളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മുടെ യാത്ര. ഇത് കണ്ടില്ലേ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. എനിക്കാണെങ്കിൽ ഏത് സൈഡിൽ ക്യാമറ വെക്കണമെന്നാണ് ആകെ ഒരു കൺഫ്യൂഷൻ. ഒരു സൈഡിൽ വെക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ഞാനാണെങ്കിൽ അതുകൊണ്ട് ഫ്രണ്ട് സീറ്റിൽ തന്നെ പോയി ഇരിക്കുകയാണ്. വാൽപ്പാറ എത്തിയപ്പോഴത്തേനും ഒരുപാട് വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു വീടുകളും കുഞ്ഞു കുഞ്ഞു കടകളും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ആ വീടുകളൊക്കെ കാണാനായിട്ട്. നമ്മൾ ശരിക്കും വാൽപ്പാറ സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ടൗൺ പോലെയൊക്കെ ഉണ്ടാവില്ല, അങ്ങോട്ടൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് പൊള്ളാച്ചിക്കാണല്ലോ പോകേണ്ടത്. അതുകൊണ്ട് ഒരു സൈഡ് എത്തിയപ്പോൾ നമ്മൾ തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തോരം ഹോം സ്റ്റേ അതുപോലെ തന്നെ റിസോർട്ടൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ തോന്നണത്. ഇവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം, പക്ഷെ നമ്മളിവിടെ സ്റ്റേ ചെയ്യണില്ല. അപ്പോൾ അതേ നമ്മളങ്ങനെ തമിഴ്നാട്ടിലേക്ക് കിടക്കുകയാണ്. വെൽക്കം ടു തമിഴ്നാട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഷോളയാർ ഡാം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡാമിൻ്റെ അടുത്തേക്കാണ്. നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. ഇങ്ങനെ ഈ കാടുകളൊക്കെ ഇങ്ങനെ നിൽക്കണോണ്ടിട്ടേ ആ അറ്റത്ത് കണ്ടില്ലേ ആ നേരെ കാണാൻ കേട്ടോ ആ ഡാം. ഈ കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യണത്. നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ ഇലക്ട്രിസിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡാം നിർമ്മിച്ചേക്കണത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇതിലൂടെ പോകുന്ന എല്ലാവരും ഇവിടെ ഒന്ന് ഇറങ്ങും. ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പാർക്കും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്ക്. നല്ല മഴയുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് നിറച്ചിങ്ങനെ വെള്ളം പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അടിപൊളിയാണല്ലേ. പക്ഷേ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല. നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോഴേക്ക് ഇവിടെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഈ മാഗി അതുപോലെ തന്നെ ഈ ഫിഷ് ഉണ്ടാവുമല്ലോ, ഈ ഡാമിൽ നിന്നൊക്കെ പിടിക്കുന്ന ഫിഷുകൾ അത് ഫ്രൈ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ നമ്മൾ പോയ ഒരു ടൈമിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ വൈകിട്ടാണ് തോന്നണം ഓപ്പൺ ആവണത്. പക്ഷേ അതൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കണതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം പൊള്ളാച്ചി എത്തിയിരിക്കുകയാണ്. പൊള്ളാച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റിസോർട്ട് വരുന്നത് ഒരു ഉള്ളിലായിട്ടാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക ഒരു ഗ്രാമത്തിൻ്റെയൊക്കെ ഉള്ളിൽ എന്നൊക്കെ പറയാം. ഒരുപാട് തെങ്ങിൻ തോപ്പുകളുടെയൊക്കെ ഇടയിലായിട്ടാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. നല്ല രസമുണ്ട് ഈ ഒരു റോട്ടിൽ കൂടെയൊക്കെ പോകാനായിട്ട്. എന്തോരം കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമഭംഗി തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ മാത്രമല്ല ഈ ഒരു വഴിയിലേ എന്തോരം മയിലിനെ കാണാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ഇതേ കണ്ടില്ലേ ആ പറന്നു പോണത്. ഞാൻ ആദ്യം വിചാരിച്ചത് വേറെന്തോ ഒരു പക്ഷിയാണെന്നാണ്. പക്ഷേ ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് മയിലാണത്. കണ്ടില്ലേ അതുപോലെ തന്നെ ദേ ഓപ്പോസിറ്റ് കണ്ടോ ആ ഒരു പറമ്പിലായിട്ട് ഇങ്ങനെ മയിൽ ഇങ്ങനെ പീല് വിടർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ മര്യാദക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദേ നമ്മളിപ്പോൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? 32 ഏക്കറിലായിട്ട് ഫുള്ള് തെങ്ങിൻ തോപ്പുകൾ കൃഷിയിടങ്ങൾ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് വരുന്നത്. റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ വില്ല പോലെയാണ്. ഇപ്പം അതിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി താമസിക്കുന്നതുണ്ട്, അതുകൂടാതെ സ്വന്തമായിട്ട് വീടായിട്ട് താമസിക്കുന്നവരും ഉണ്ട്. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഇത് മൊത്തത്തിലൊരു കോമ്പൗണ്ട് പോലെയാണ്. നമ്മളിപ്പോൾ ഒരു ഗേറ്റൊക്കെ അകത്തേക്ക് കടന്നല്ലോ, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പുറത്തുനിന്നുള്ളവർക്കൊന്നും പ്രവേശനമില്ല. അങ്ങനെ റിസപ്ഷനിൽ ചെന്ന് നമ്മൾ വില്ലയാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൂമൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനസതേ ബഗ്ഗിയിലാണ് കേട്ടോ പോണത്. അനസിനെ ഫോളോ ചെയ്ത് നമ്മൾ ബാക്കിലാണ് പോണേ. അപ്പോൾ ഈ ഒരു വഴിയിൽ 2 സൈഡിലായിട്ടും ഫുള്ള് വില്ലകളാണ്. ഇങ്ങനെ ഓരോ വീടും ഇങ്ങനെ മതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ച ഓരോ കോമ്പൗണ്ട് രൂപത്തിലാണ്. നമ്മളങ്ങനെ റൂമിൽ കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുകയാണ്. ചായയൊക്കെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഈ കാണുന്നതൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് വീടുള്ളവരാണ്. അവരുടെ പേരും വിവരങ്ങളൊക്കെ ഇങ്ങനെ അവിടെ മതിലേൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു റിസോർട്ടിൻ്റെ ഉടമസ്ഥൻ്റെ വീടെന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചാണ്. പക്ഷെ അവിടെ ആളൊന്നുമില്ല, വെറുതെ ഇങ്ങനെ പണിക്കാർ മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്കിനി ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് ഗെയിംസുകളൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേർക്ക് കളിക്കാനായിട്ട്. പിന്നെ മാത്രമല്ല ഈ റിസോർട്ടിൽ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഈ ഒരു നേരമായതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണില്ല കേട്ടോ. ആളുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് പോവുകയാണ്. ഇപ്പം നമ്മൾ വന്ന സമയത്ത് ആരെയും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതേ പിള്ളേർ ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓരോ സ്നാക്കുകളായിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഫസ്റ്റ് തന്നെ നമുക്ക് സമൂസയാണേ വന്നത്, ചിക്കൻ സമൂസയാണ്. നമ്മൾ പറയുമ്പോഴാണ് കേട്ടോ അവരത് അവിടെ റെഡിയാക്കി തന്നെ. നല്ല ചൂടായിരുന്നേ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഭയങ്കര ചെറിയ സമൂസയായിരുന്നു. അതിനുശേഷം എന്തേ ചില്ലി ഗോപി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കോളിഫ്ലവർ ബജ്ജിയായിരുന്നു. ഇത് നല്ല ചൂടോട് കൂടിയായിരുന്നു. പിന്നെ അതേ നമ്മുടെ ചായയും കോഫിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഒരു മണ്ണ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കപ്പിലാണ്ടോ അവർ കൊണ്ടുവന്നേക്കണത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കേട്ടോ ചായയൊക്കെ കുടിക്കണം. അതിന് ശേഷം എന്തായാലും നമ്മൾ സവാള ബജ്ജി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റായിരുന്നേ. പിന്നെ ഇത് മഷ്റൂം ബജ്ജിയായിരുന്നു കേട്ടോ. അങ്ങനെ പല ടൈപ്പ് ബജ്ജികളൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് നോക്കിക്കേണ്ട ഇരുട്ടായി കേട്ടോ. സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ അതേ അവിടെ വെയിറ്റ് ചെയ്യണതാണ്. കാരണം വെച്ചാൽ ഇവിടുന്ന് ഒരുപാടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നടക്കാനായിട്ട് നമ്മുടെ റൂമിലേക്ക്. അപ്പോൾ അവർ പറഞ്ഞു ബഗ്ഗിക്ക് കൊണ്ടുപോയാക്കി തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണതാണ്. അങ്ങനെ അതേ ബഗ്ഗി വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര ആകാംക്ഷയിലാണ് കേട്ടോ. പിന്നെ മാത്രമല്ല ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ബഗ്ഗിയിൽ കയറി നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. നമ്മുടെ റൂമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ദൂരമായിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു അങ്ങോട്ട് നടക്കാനായിട്ട്. അപ്പോൾ ഇവിടെ പല രീതിയിൽ റൂമുകൾ കിട്ടും. 2 BHK 3 BHK, പൂളുള്ള വില്ല, പൂളില്ലാത്ത വില്ല, അങ്ങനെയൊക്കെയാണോ ഇവിടുത്തെ റൂമുകൾ. അപ്പോൾ നമ്മൾ പൂളുള്ള വില്ലയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പൂളിലൊക്കെ ഇറങ്ങാമല്ലോ. അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ കുറേ തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചേ. തെങ്ങിൻ തോട്ടവും അല്ലാത്ത കുറേ തോട്ടങ്ങളും ഒക്കെ. പിന്നെ കുറേയൊക്കെ പണി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ആ ഒരു വില്ലയിൽ എത്തിയിട്ടുണ്ട്. വലിയ അടിപൊളി വില്ലാണ്. ഏകദേശം എല്ലാ വില്ലകളും ഒരേപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് പുറമേന്ന് നോക്കുമ്പോഴത്തേനും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വില്ല. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കയറണം. പുറമൊക്കെ കാണാനായിട്ട് എന്ത് രസമാണെന്ന് പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ വന്നേക്കണത്. ഇവിടെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പൊക്കെ ഇവരിവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ടേബിളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ, നമുക്ക് ഗാർഡനിൽ വേണമെങ്കിൽ അവിടെ ഇരിക്കാം, ഫുഡ് കഴിക്കാം. പൂളും അടിപൊളി പൂളായിരുന്നു കേട്ടോ. നമുക്ക് പ്രൈവറ്റ് പൂളായതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇറങ്ങാമല്ലോ. വേണമെങ്കിൽ അവിടെ ഓപ്പണായിട്ട് അപ്പുറത്ത് പൊതുവായിട്ടൊരു പൂളും കൂടി ഉണ്ട് കേട്ടോ. അവിടെ വേണമെങ്കിൽ പോകാം. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു പൂളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ വില്ലയുടെ അകത്തേക്ക് കയറാനായിട്ട്. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ഫുള്ള് ചെടികളും ഒക്കെ പിടിപ്പിച്ചിട്ട് നല്ല രസമാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു നടുമുറ്റം പോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു വീട് വരുന്നത്. കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ ഒരു നടുമുറ്റം. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ കിച്ചണാണ്. ഇവിടെ എല്ലാ സാമഗ്രികളും ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ വേണമെങ്കിൽ റെഡിയാക്കി അങ്ങനെ എന്ത് വേണമെങ്കിലൊക്കെ ചെയ്യാം. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ലിവിങ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, സെറ്റി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ TV യൂണിറ്റും ഉണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു എൻട്രൻസും ഉണ്ട്. നമ്മൾ നേരത്തെ പോയ ആ പൂളില്ലേ, ആ പൂളൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കാം. ഫുള്ള് ഗാർഡനും ഒക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അതാണ് ഇവിടെ വരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ബെഡ്റൂമാണ് കേട്ടോ ഈ ഒരു വില്ലയിലുള്ളത്. ഇത് ഫസ്റ്റത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം, കബോർഡ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം കാണുമ്പോൾ തന്നെ ചിരി വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ചെറിയൊരു ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഡ്രസ്സിങ് റൂമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്റൂമാണ്. ബാത്റൂം എങ്ങനെയെന്ന് വെച്ചാൽ ഫുള്ളിങ്ങനെ ഓപ്പണാണ് കേട്ടോ. മേൽഭാഗം കണ്ടില്ലേ, ഫുള്ള് ഓപ്പണാണ്. പക്ഷേ ഇതൊരു നമ്മുടെ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഫുള്ള് മതിൽ കെട്ടി ഗേറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അതിനുശേഷം ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതിനും ചെറിയൊരു ഡ്രസ്സിങ് റൂം പോലെയൊക്കെ ഉണ്ട്, ബാത്റൂം. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ഒരു വീടായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഒരുമിച്ചിരുന്ന് വർത്താനം പറയാനും ഒരു വീട് പോലെയാണല്ലോ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ടാ ഫുള്ള് രസമായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. പിള്ളേർക്ക് കളിക്കാനൊക്കെ സുഖമുള്ളൂ. ഓരോരോ റൂമാകുമ്പോൾ ഇത്രയും ഒരു എൻജോയ്മെൻറ്റ് കിട്ടൂലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി പൂളിൽ ഇറങ്ങാമെന്നുള്ള ഒരു രീതിക്കാണ്. എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ്, പ്രത്യേകിച്ച് പിള്ളേർ പൂളിലൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൈവറ്റ് പൂളുള്ള ഒരു വില്ല തിരഞ്ഞെടുത്തത് തന്നെ.
അങ്ങനെ എല്ലാവരും കൂടി പൂളിലേക്ക് ഇറങ്ങിയാണ്. ഞാൻ പതിവ് പോലെ തന്നെ മടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒന്നാമത്തേൽ യാത്രാക്ഷീണവും പിന്നെ മാത്രമല്ല ഈ ഒരു രാത്രി ആയതുകൊണ്ടേ പിന്നെ അതെല്ലാം നല്ല താഴ്ചയുണ്ട് ഈ ഒരു പൂളിന്. പിള്ളേരൊക്കെ പിന്നെ അത് ആ ഒരു റിങ്ങും പിന്നെ പിള്ളേർക്കൊക്കെ നീന്തലൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ നിന്നില്ല. ഞാൻ ചിലപ്പോൾ നിന്നാലേ ചിലപ്പോൾ മുങ്ങിപ്പോവും. സെറു ബേബിയൊക്കെ കണ്ടില്ലേ പൂളിൽ ഇറങ്ങി ആകെ തണുത്ത് ഇതായിട്ട് പുള്ളിക്കാരത്തിനെ വേഗം തന്നെ ഇറക്കി. പിന്നെ അതേ തുടച്ച് ഇങ്ങനെ പുതപ്പൊക്കെ വെച്ച് ഇങ്ങനെ മൂടി ഇങ്ങനെ നിർത്തിയൊക്കെയാണ്. ആകെ തണുത്ത് വിറങ്ങലിച്ച് നിൽക്കേണ്ടതാണ്. ഇത് കണ്ടോ. അതിനുശേഷം ഞങ്ങളെല്ലാവരും എന്ത് ചെയ്യും അങ്ങനെ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളിനി ഡിന്നറിനുള്ളൊരു സമയമായിട്ടുണ്ട്. ഇത് കണ്ടോ ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഗ്രില്ല് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മസാലയൊക്കെ തേച്ചിട്ട് എല്ലാം സെറ്റാക്കി നമ്മുടെ വില്ലയിലേക്ക് കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്വയം ചെയ്യാം, അല്ലെങ്കിൽ അവരാരെങ്കിലും ഒരാൾ വന്ന് ചെയ്തു തരും. അങ്ങനെയാണ്. ഇതിപ്പോൾ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ അവരാണ്ടോ ചെയ്യണത്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. നമ്മുടെ എല്ലാവരും കൂടെ ചുറ്റിനും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു വീടെടുത്തിട്ടേ നമുക്ക് എല്ലാം ഒരു വീട്ടിൽ നമ്മൾ ചെയ്യണ പോലെയുള്ള ഒരു ഇതായിരുന്നു കേട്ടോ ഫുള്ള് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. നല്ലൊരു പ്രൈവസി ഉണ്ടായിരുന്നു. എല്ലാ വില്ലകളിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ചുറ്റിനും എല്ലാവരും അവരവരുടെ വില്ലകളിൽ ഫുള്ള് ഗ്രില്ലിങ്ങും പാട്ടും ഡാൻസും അങ്ങനെ എല്ലാം ഫുള്ള് എൻജോയ്മെൻറ്റാണ്. നമുക്ക് ഇവിടെ നിന്നാൽ പാട്ടൊക്കെ കേൾക്കാം. അപ്പുറത്തെ വില്ലയിലൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ കാണിക്കണത്. അപ്പം നമ്മൾ പാട്ടും ഡാൻസിനൊന്നും നിന്നില്ല. കാരണം വെച്ചാൽ യാത്രാക്ഷീണവും പൂളിയിലൊക്കെ ഇറങ്ങിയാൽ എല്ലാവരും ആകെ ടയേർഡാണ്. അപ്പോൾ കുറച്ച് നേരം മുറ്റത്തൊക്കെ നടന്ന് പിള്ളേരിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഫുള്ള് എൻജോയ്മെൻറ്റ്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു വ്യൂ ആണ് ഇത്. നല്ല രസമാണ്. ഫുള്ള് രാത്രിയാണ്ടോ ഈ വീട് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടപ്പോഴേ എന്ത് രസമാണെന്ന് അറിഞ്ഞാൽ കാണാനായിട്ട്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ആളിങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്ത് നമുക്കവിടെ കൊണ്ടുവച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പകുതിയാണ് കേട്ടോ അത് ആൾ ഗ്രില്ല് ചെയ്തേക്കണം. ബാക്കി പകുതി അടുത്ത ട്രിപ്പ് വെക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങനെ നിന്നും ഇരുന്നും ആ മുറ്റത്ത് തന്നെ ഇരുന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കണത്. അപ്പോൾ വേറെയും ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അവരവരുടെ വില്ലയിലിരുന്നാണ് ഫുഡൊക്കെ കഴിക്കണത്. ഫസ്റ്റ് തന്നെ അതേ ദോശയാണ് കേട്ടോ. ഇത് കണ്ടോ ദോശ നമ്മൾ കുറച്ച് ഒരുപാട് പല ടൈപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ചിക്കൻ നൂഡിൽസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടൊമാറ്റോ സോസാണ് കേട്ടോ ഈ മൂടി വെച്ചേക്കണത്. പിന്നെ ഇത് ചപ്പാത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ കറികളായിട്ട് സാമ്പാർ അതുപോലെ തന്നെ ചട്നിയാണ്. ഇത് ദോശക്കുള്ളതാണ് കേട്ടോ ഈ കറികൾ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അല്ലാണ്ട് കുറേ ഈ ജ്യൂസും ട്രോപ്പിക്കാനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വേറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചില്ലി ചിക്കനാണ്. അപ്പോൾ ഇനിയും കുറേ ഫുഡുകൾ കൊണ്ടുവരാനുണ്ട്. അവരിങ്ങനെ പല പല ട്രിപ്പായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ ഇനി വരാൻ കിടക്കണേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്നും ഞാൻ വീഡിയോയിലൊന്നും പകർത്തിയിട്ടില്ല. അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു ഡിന്നർ ടൈം. പിള്ളേരൊക്കെ ഇത് കണ്ടില്ലേ നൂഡിൽസാണ് പിള്ളേരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു യാത്രാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പൊള്ളാച്ചിയിലെ പുതിയ വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.